നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുൻപ് കേട്ടുകേൾവിയില്ലാത്ത ഒരു രീതിയാണ് തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ടുണ്ടായ ആർ സുഗതൻ വിവാദം. തിരുവനന്തപുരം നഗരസഭ അരനൂറ്റാണ്ടായി CPMന്റെ കുത്തകാവകാശത്തിലായിരുന്നു. CPM അവരുടെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായി ഈ കോർപ്പറേഷനെ ഉപയോഗിച്ചു. കോർപ്പറേഷൻ്റെ ഭൂമി CPM നേതാക്കൾക്കും അവരുടെ ശിങ്കിടികൾക്കും സ്വകാര്യമായി വീതിച്ചെടുക്കാനും അത് അനധികൃതമായി വാടകയ്ക്ക് കൊടുക്കാനും കയ്യേറി കെട്ടിടങ്ങൾ സ്ഥാപിക്കാനുമൊക്കെ അനുമതി കൊടുത്തു. മറുവശത്തെ അഴിമതി തകൃതിയിൽ നടന്നു. തിരുവനന്തപുരത്തെ CPMന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായി കോർപ്പറേഷന് ഭരണം മുമ്പോട്ട് പോയി. അവരെ ഞെട്ടിച്ചുകൊണ്ടാണ് BJP ഭരണം പിടിച്ചതും തിരുവനന്തപുരത്തിൻ്റെ പൾസറിയാവുന്ന VV രാജേഷ് മേയറായതും. മേയർ എന്ന നിലയിൽ രാജേഷ് എടുത്തിരിക്കുന്ന സൽപ്പേര് മറ്റൊരു ജനപ്രതിനിധിക്കും ഇതുവരെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം സൽപ്പേരുള്ള നേതാവായി VV രാജേഷ് മാറിക്കഴിഞ്ഞു. ഇത് ഏറ്റവും അധികം ഉറക്കം കെടുത്തുന്നത് CPMനെയാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ മുൻ വർഷങ്ങളെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കോർപ്പറേഷനുള്ളത്. എന്നാൽ CPMന്റെ അവസ്ഥ അങ്ങനെയല്ല. സംസ്ഥാനത്തിൻ്റെ ഭരണം നഷ്ടപ്പെടുന്നതിനേക്കാൾ CPM ആശങ്കപ്പെടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന് ഭരണം നഷ്ടപ്പെട്ടതാണ്. ഈ ചെറിയ കാലയളവിനുള്ളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ CPM നേടിക്കൊണ്ടിരുന്ന കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നിലച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കോർപ്പറേഷൻ്റെ ഭരണം അട്ടിമറിക്കാൻ CPM അതിയായി മോഹിക്കുന്നു. 101 അംഗ കോർപ്പറേഷനിൽ 50 സീറ്റുകൾ മാത്രമാണ് BJPക്കുള്ളത്. ഒരു സ്വതന്ത്ര പിന്തുണയോടെയാണ് BJP ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു അംഗത്തെ അയോഗ്യരാക്കാൻ കഴിഞ്ഞാൽ CPM വിജയമായി കണക്കാക്കുന്നു. അവർക്ക് കിട്ടിയ ആദ്യത്തെ തുറുപ്പ് ചീട്ടാണ് ആർ സുഗതൻ എന്ന വാടോട്ടുകോണം അംഗത്തിൻ്റെ മേലുള്ള കാപ്പ കേസ്. 12ഓളം കേസുകൾ ചുമത്തപ്പെട്ട് കാപ്പ ചുമത്തി ആർ സുഗതനെ ജയിലിലടച്ചിരിക്കുകയാണ് കേരള പോലീസ്. ഇത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം തുടങ്ങിയ സംഭവമല്ല. കാപ്പ ചുമത്തിയത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണെങ്കിലും ഈ ഗൂഢാലോചന നടത്തിയതും അതിനുവേണ്ട നീക്കങ്ങൾ നടത്തിയതും CPM തന്നെയാണ്. ആർ സുഗതൻ BJPക്കാരനായതുകൊണ്ട് CPM നടത്തിയ ഗൂഢാലോചനയെ എതിരിടാൻ പോയാൽ സംഘിബന്ധം ഉണ്ടാവുമെന്ന് ഭയന്നതുകൊണ്ടാവാം രമേശ് ചെന്നിത്തലയും കോൺഗ്രസും നിശബ്ദത പാലിച്ചു. അതുകൊണ്ട് തന്നെ CPIയും തുടർഭരണത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ കൊണ്ട് സ്ഥാപിച്ച വിപിൻ എന്നു പേരുള്ള ഒരു SHO സുഗതനെ ലക്ഷ്യമിട്ടുകൊണ്ട് രംഗത്തിറങ്ങിയപ്പോൾ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് ഭരണകൂടവും നിശബ്ദത പാലിച്ചു. 2012 മുതലുള്ള പല കേസുകളും തട്ടിയെടുത്ത് സുഗതൻ്റെ മേൽ 12 കേസ് തികച്ച് അർദ്ധരാത്രിയിൽ അനേകം പോലീസുകാരുടെ സഹായത്തോടുകൂടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീട് വളഞ്ഞ് ആകാശത്തേക്ക് വെടിവെച്ചാണ് സുഗതനെ പിടിച്ചുകൊണ്ടുപോയത്. അതിനുശേഷം കാപ്പ ചുമത്തി ജയിലിലടച്ചു. കാപ്പ സമിതി അതിന് അനുമതി കൊടുത്തതോടെ സുഗതൻ ഇനി 6 മാസമെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരും. ഇത് BJP ഭരണത്തെ വല്ലാതെ പിടിച്ചുലക്കുകയാണ്. അതിനിടയിലാണ് സത്യപ്രതിജ്ഞ ഭരണഘടനാപരമല്ല എന്ന പേരിൽ CPM ഒരു കേസുമായി കോടതിയെ സമീപിക്കുന്നത്. കോടതി അത് ശരിവയ്ക്കുകയും എന്നാൽ ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി കൊടുക്കുകയും ചെയ്തു. 14 ദിവസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യണം എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. മേയറും സുഗതനുമടക്കം 20 കൗൺസിലർമാരായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. സുഗതൻ ജയിലിലായതുകൊണ്ട് സുഗതനൊഴികെ 19 പേരും സത്യപ്രതിജ്ഞ ചെയ്ത് അയോഗ്യത നീക്കി. എന്നാൽ 14 ദിവസം തികയുന്നതിന് മുൻപ് സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ സുഗതൻ അയോഗ്യനാക്കപ്പെടുകയും BJP ഭരണത്തിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ നെടുമങ്ങാട് കാപ്പ കോടതിയിൽ പോയി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതി വേണം എന്നാവശ്യപ്പെട്ട് സുഗതന് വേണ്ടി ഹർജി സമർപ്പിക്കുന്നു. കോടതി അത് അനുവദിക്കുകയും 13-ാം തീയതി വൈകുന്നേരം റിലീസ് ചെയ്ത് 14-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൈകുന്നേരം തിരിച്ച് ജയിലിൽ പോവാനും ഉത്തരവിട്ടിരിക്കുന്നു. മറ്റൊരു ചടങ്ങിലും പങ്കെടുക്കരുത് എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ട് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്താലും സുഗതൻ്റെ കൗൺസിൽ സ്ഥാനം അസാധുവാകും. അതുകൊണ്ട് തന്നെ BJP നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. ഇതിനോടകം 2 കൗൺസിൽ യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തിട്ടില്ല. ഇനി വരുന്ന കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ സുഗതൻ്റെ കൗൺസിൽ സ്ഥാനം റദ്ദാക്കപ്പെടും. ഈ സാഹചര്യം ഒഴിവാക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും കാപ്പ പ്രതി എന്ന നിലയിൽ 6 മാസത്തിലേക്ക് ജയിലിലടയ്ക്കപ്പെട്ട സുഗതൻ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ലാതിരിക്കുന്നു. വാസ്തവത്തിൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന സർക്കാർ അവരുടെ പോലീസ് എന്തിനാണ് CPMനൊപ്പം ചേർന്ന് ആവേശം കാണിക്കുന്നതെന്ന് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. സുഗതന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്.
വധശ്രമം, തട്ടിക്കൊണ്ടുപോവൽ, വീട് കയറി ആക്രമിക്കൽ തുടങ്ങിയവ. എന്നാൽ ഇതൊക്കെ തന്നെ സുഗതൻ തൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തിയതാണ് എന്ന് സുഗതനെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. ക്ഷിപ്രകോപിയായ ഒരു വടക്കേ ഇന്ത്യൻ സ്റ്റൈൽ നേതാവാണ് സുഗതൻ. മറ്റ് നേതാക്കന്മാരെ പോലെ രാഷ്ട്രീയ പക്വത പലപ്പോഴും സുഗതൻ കാണിക്കാറില്ല. തൻ്റെ അണികൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും വേണ്ടി വന്നാൽ കൈവയ്ക്കാനും സുഗതന് ഒരു മടിയുമില്ല. സുഗതൻ്റേത് ഒരു പൊതുപ്രവർത്തകന് വേണ്ട മാതൃകാപരമായ സമീപനമാണ് എന്ന് പറയാൻ പ്രയാസമാണ്. എന്നാൽ സുഗതൻ ഒരു കൊടും ക്രിമിനലാണെന്നും സുഗതൻ ജയിലിൽ കിടക്കേണ്ട ആളാണെന്നും ജനപ്രതിനിധി ആവേണ്ട ആളല്ല എന്നും നിഗമനത്തിലെത്തുന്നത് ഉചിതമല്ല. തൻ്റെ അണികൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവുകയും ചെയ്യുന്നത് ഒരു അയോഗ്യതയായി കണക്കാക്കാൻ പറ്റില്ല. കുറച്ചുകൂടി രാഷ്ട്രീയ പക്വത വേണം, നിയമത്തെ ബഹുമാനിക്കണം എന്നതൊക്കെ അംഗീകരിക്കുമ്പോഴും സുഗതൻ വ്യക്തിപരമായ നേട്ടമുണ്ടാക്കാനോ ധനലാഭത്തിനോ വേണ്ടിയല്ല ഇത്തരം കേസുകളിൽ പ്രതിയായത് എന്നത് മറക്കരുത്. CPMൻ്റെ കണ്ണിലെ കരടായി സുഗതൻ മാറിയത് തൻ്റെ അടുത്തോടെ നെഞ്ചു വിരിച്ച് സുഗതൻ നിൽക്കുമ്പോൾ CPMകാർക്ക് നിലം തൊടാൻ കഴിയാത്ത സാഹചര്യമുള്ളതുകൊണ്ടാണ്. അടിച്ചും കൊന്നും മാത്രം അധികാരം ഉറപ്പിച്ചു വളർന്ന CPMന് നേരെ അങ്ങനെ തന്നെ നെഞ്ചുറപ്പോടെ നിന്നു എന്നതാണ് സുഗതൻ ഇപ്പോൾ വില്ലനാവാൻ കാരണമായത്. സാധാരണ രാഷ്ട്രീയക്കാരുടെ അനുനയന രീതിയൊന്നും സുഗതനില്ല. പറയാനുള്ളത് പച്ചയ്ക്ക് പറയും. അത് സംഘർഷത്തിന് കാരണമായാൽ സുഗതൻ കൈവയ്ക്കാനും മടിക്കില്ല. ഈ രാഷ്ട്രീയ രീതി ശരിയല്ല എന്ന് പറയുമ്പോഴും അതിൻ്റെ പേരിൽ സുഗതനെ കാപ്പ ചുമത്തി ഒരു ഗുണ്ടയെപ്പോലെ, ഒരു കൊടും ക്രിമിനലിനെ പോലെ ജയിലിലടക്കുകയും സുഗതനെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത ജനങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നത് അനുചിതമാണ്. സാക്ഷാൽ ഫൂലൻ ദേവിക്കും പപ്പു യാദവിനും പോലും MP ആവാനും മന്ത്രിയാകാനുമൊക്കെ അവസരമുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിൽ സുഗതനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ജയിലിലടച്ച് അയോഗ്യനാക്കാൻ നടത്തുന്ന ശ്രമം ജനാധിപത്യത്തിനൊട്ടും ഭൂഷണമല്ല. സുഗതൻ ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കട്ടെ. അതുകൊണ്ട് സുഗതനെ തെരഞ്ഞെടുത്ത ജനങ്ങളെ പരിഹസിക്കാൻ ശ്രമിക്കുന്നത് ഉചിതമല്ല. സുഗതൻ ഇപ്പോൾ ജയിലിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്നതും നെഞ്ചുവിരിച്ച് തന്നെയാണ്. സുഗതനെ അയോഗ്യനാക്കി ജയിലിലടച്ചാലും സുഗതൻ വീണ്ടും മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യും എന്ന് സുഗതനെ അറിയാവുന്നവർക്ക് മനസ്സിലാവുന്നതാണ്. അത്രമാത്രം ജനപ്രീതി സുഗതൻ എന്ന BJP നേതാവിനുണ്ട്. അത് കോൺഗ്രസും CPMും ഒരുമിച്ച് ചേർന്ന് പോലീസിനെ കൊണ്ട് തല്ലിക്കെടുത്താൻ ശ്രമിച്ചാൽ കെടുന്നതല്ല. സുഗതൻ എന്തുകൊണ്ടാണ് ഇത്രയധികം വെറുക്കപ്പെട്ടവനാകുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ സുഗതൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് പോകണം. സുഗതൻ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു യൂട്യൂബറെ പോലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലും ശക്തമായ ശരീരഭാഷയുടെ പ്രകടനത്തോടെയുമാണ്. അതാണ് സുഗതനെ ജനപ്രിയനാക്കി നിർത്തുന്നത്. സുഗതന്റെ ചില ഇടപെടലുകൾ കൂടി കാണുക. ഞാനിപ്പോ നിൽക്കുന്നത് വട്ടിയൂർക്കാവിൽ 2,53,00,000 രൂപയ്ക്ക് നിർമ്മിച്ച മിനി റവന്യൂ ടവറിന്റെ മുമ്പിലാണ്. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാം. ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് പില്ലറിൽ കോളംസ് ചെയ്താണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്കൊരു വീട് വയ്ക്കണമെങ്കിൽ, ഈ ബിൽഡിംഗ് വയ്ക്കണമെങ്കിൽ 3,000 രൂപ വെച്ചു. പക്ഷേ ഒരു സ്മാർട്ട് ഫോം ചെയ്യണമെങ്കിൽ പോലും 3,500 രൂപയ്ക്ക് സ്മാർട്ട് ഫോം ചെയ്യാൻ പറ്റും. ഇത് 6,325 രൂപയായിരിക്കും ഒരു സ്ക്വയർ ഫീറ്റ്. 2,53,00,000 രൂപയ്ക്ക് 4,000 സ്ക്വയർ ഫീറ്റ് നിങ്ങൾ തന്നെ ഭാഗിച്ചു നോക്കുക എത്ര രൂപ ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ എത്ര രൂപയുടെ കമ്മീഷനും എത്ര രൂപ പോയിട്ടുണ്ടോ വ്യക്തമായ അന്വേഷണം ഉണ്ടാവണം. ഇതിന്റെ പ്രതിത്വം എനിക്ക് വേണ്ട, പക്ഷെ നിങ്ങൾക്കും വേണ്ട. നമ്മുടെ ഈ CPT ഇന്ന് പാപ്പാടോട്ട് പോകുന്ന റോഡാണ്. 14 വർഷമായിട്ട് ടാറിങ് ഇല്ലാതെ വളരെ ശോചനീയാവസ്ഥയിൽ കിടന്ന റോഡ് ഇലക്ഷന്റെ തലേ ദിവസം ടാർ ചെയ്ത റോഡ്. ജനങ്ങൾ അത്രയും പ്രതിഷേധം ഉണ്ടായിട്ടും ഇലക്ഷന്റെ ഈ കോർപ്പറേഷൻ ഇലക്ഷന്റെ തലേ ദിവസം ചെയ്ത റോഡാണ്. DC റോഡാണെന്നാണ് പറയുന്നത്. ഈ അവസ്ഥ ഇത് 95 ലക്ഷം രൂപയുടെ വർക്ക് നടത്തിയിട്ടുണ്ട്. CPT പാപ്പാട് റോഡ് 95 ലക്ഷം രൂപ അനുവദിച്ച് BC നിലവാരത്തിൽ പണി പൂർത്തിയാക്കി യാത്ര യോഗ്യമാക്കിയ റോഡ്. സഖാവ് VK പ്രശാന്ത് MLAക്കും P രമയ്ക്കും വിക്രമനും അഭിനന്ദനങ്ങൾ. എന്നിട്ട് നമ്മുടെ പുതിയ കൗൺസിലർ ആരോമിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് അടിസ്ഥാനത്തിൽ പുറത്താണ് അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട MLAയുടെ ഫോട്ടോ വെച്ചിരിക്കണമെന്ന് ഞാൻ അന്വേഷിച്ചു. കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇത് കോർപ്പറേഷന്റെ ഓൺ ഫണ്ടായിട്ട് കിട്ടിയ ഫണ്ടിൽ നിന്നാണ് ഈ റോഡ് അനുവദിച്ചെന്ന് അറിഞ്ഞു. അത് GST പോയിട്ട് 80,50,374 രൂപ 12 പൈസക്കാണ് ഈ ഫണ്ട് GST പോയിട്ടുള്ളത്. അത് GST 15% പോയിട്ട് ഈ ഫണ്ടിനാണ് ഈ റോഡ് അനുവദിച്ചിട്ടുള്ളത്. അത് കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നാണ് മനസ്സിലായി. ഇത് MLA റോഡാണെന്ന് പറഞ്ഞ് MLA ഈ ടാർ പൂർത്തിയാക്കിയതിന്റെ പിറ്റേ ദിവസം ഇലക്ഷൻ തൊട്ട് മുമ്പ് അദ്ദേഹം ഓരോ വീടിന്റെ ഫ്രണ്ടിൽ റോഡ് ഉദ്ഘാടനം നടത്തി. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന മഹിളാ മന്ദിരം വാഴത്തോളം വാർഡ് കൗൺസിൽ തടസ്സപ്പെടുത്തി എന്നുള്ള സോഷ്യൽ മീഡിയ വഴി ഒരു കുപ്രചരണം നടക്കുന്നുണ്ട് MLA പ്രശാന്തിന്റെ കാലത്ത്. അതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ. ഞാനീ നിൽക്കുന്നതാണ് നമ്മൾ ഇന്നലെ ഈ പ്രശ്നം നടന്ന പാപ്പാട് മഹിളാ മന്ദിരം. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ
ഇതിന്റെ ഉദ്ഘാടനം വച്ചിരുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ആണ്. ഈ നോട്ടീസ് കണ്ടത്, ഇതാണ് നോട്ടീസ്. ഈ നോട്ടീസിൽ ഇതില് സ്വാഗതം അർപ്പിക്കുന്നത് OA ഷാഹുൽ. അവരുടെ നോട്ടീസാണ്. OA ഷാഹുൽ എന്നാണ് ആളാണ് സ്വാഗതം അർപ്പിക്കുന്നത്. അതായത് ഇവിടുത്തെ LC സെക്രട്ടറിയാണ്. ഈ പരിപാടി വാഴത്തോളം വാർഡ് കൗൺസിലറായ ഞാൻ അറിഞ്ഞിട്ട്, ഞാൻ അറിയുന്നത് ഇവിടെ 2 ഫ്ലക്സ് വെച്ചെന്നാണ് ഇവിടെ നാട്ടുകാർ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ, രാവിലെ ഇവിടെ എത്തുമ്പോൾ, ഇവിടെ കുറച്ച് പാർട്ടിക്കാരാണോ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട്, ഇതിനകത്ത് മദ്യപാനവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ, ഇവിടുത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ കോർപ്പറേഷന്റെ സ്ഥലമാണ്, കോർപ്പറേഷന്റെ ബിൽഡിംഗ് ഇവിടെ പഴയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിന്റെ അവസ്ഥ വളരെ മോശമായപ്പോഴാണ് MLA പ്രശാന്തിന്റെ വികസന ഫണ്ടിൽ നിന്ന് തന്നെയാണ്, ആസ്തി വികസന ഫണ്ടിൽ തന്നെയാണ് ഈ ഫണ്ട് അനുവദിച്ചത്. പക്ഷേ ഇതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത്, ഇതിന്റെ വസ്തുവിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ കീഴിൽ തന്നെയാണ്. ഇതിന് നോട്ടീസിൽ എന്റെ പേര് വെച്ചിട്ടുണ്ട്. ആശംസ അർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, സൂതനാർന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ നോട്ടീസ് കാണുന്നത് തന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഈ നോട്ടീസ് കാണുന്നതാണ്. വ്യക്തിപരമായ എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് തീർക്കാം, എന്റെ പാവപ്പെട്ട എന്റെ വാർഡിലുള്ള ജനങ്ങളോട് നിങ്ങൾക്ക് തീർക്കാം. അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥ നമ്മുടെ പാർട്ടി പ്രവർത്തനം അവിടെ നയിക്കത്തില്ല. നിങ്ങൾ എന്ത് നടപടി വേണം എടുത്തോ. നമ്മൾ ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഇപ്പൊ ഇതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് PM-ന്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് തിരിക്കാൻ പോവുകയാണെന്ന്. ആദ്യമായി എന്റെ വാഴത്തോടത്ത് പ്രിയമുള്ള സഹോദരങ്ങൾക്ക് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് എന്റെ വീഡിയോ തുടങ്ങുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം ഞാനും എന്റെ സഹ കൗൺസിലർമാരും ദില്ലിയിലോട്ട് പോയ സമയത്ത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA കാണിച്ച ഒരു നെറുകേടിന് ഞാനിവിടെ ഇല്ലാതായി പോയതിന്റെ സാഹചര്യത്തിനാണ് ഞാൻ മാപ്പ് പറയുന്നത്. പറഞ്ഞു വന്നത് നമ്മുടെ വാഴത്തോണം വാർഡിലും തൊട്ടടുത്തുള്ള നമ്മുടെ മേയറുടെ വാർഡിലും മനഃപൂർവ്വമായി ഉണ്ടാക്കിയ കുടിവെള്ള ക്ഷാമത്തെക്കുറിച്ചാണ്. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. എടാ പോടാന്ന് വിളിച്ചാ കറക്റ്റാ ഉണ്ടോന്ന്. ഇങ്ങനെ ആയിരിക്കണം ഉദ്യോഗസ്ഥരായ, ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ അത്ര നാള് ബാക്കിയുള്ളവർ വെള്ളം ഇല്ലാന്നാണോ? അപ്പൊ അത്ര നാള് ജനങ്ങൾ വെള്ളമില്ലാതെ കിടക്കണമെന്നോ പറയണേ? ഈ വീഡിയോ കണ്ടില്ലേ? ഇതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് ഞാൻ തിങ്കളാഴ്ച ഇവിടെ നിന്ന് പോകുന്ന, അപ്പൊ തലേ ദിവസം തൊട്ടേ വെള്ളത്തിന്റെ ക്ഷാമങ്ങളുണ്ട് ഓരോ. അപ്പം ഈ പത്രത്തിലൊക്കെ വരുന്നുണ്ട്, ഇന്ന വെള്ളത്തിന് ഇങ്ങനെ പൈപ്പിന് പണി നടക്കുന്നു, 2-3 ദിവസം മുമ്പേ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതുമായി ബന്ധപ്പെട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ എന്നെ വാർഡിൽ നിന്ന് വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഈ വെള്ളം വരും, അത് ഇങ്ങനെ പണി നടക്കുന്നുകൊണ്ടാണ്, ഉടനെ എത്തുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ വിളിക്കുമ്പോഴൊക്കെ ഈ ഉദ്യോഗസ്ഥയെ വിളിക്കുന്നുണ്ട്. ഞാൻ ആ ഉദ്യോഗസ്ഥയെ വിളിച്ചപ്പോ, അത് നമ്മുടെ സാഫിദ എന്ന് പറയുന്ന ഒരു AC ആണ്. ആ പുള്ളിയെ വിളിച്ച പുള്ളി പറഞ്ഞ് അത് ഇങ്ങനെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഉടനെ എത്തും, അവിടെ അരുവിക്കരയിലെ വെള്ളത്തിന്റെ ക്ഷാമം കൊണ്ടാണ്, അപ്പോൾ അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ സംസാരിക്കുന്നത്. അപ്പൊ ഇന്ന് വൈകുന്നേരം എത്തുമെന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരത്തിന് അവർ ഉറപ്പ് കൊടുക്കും. വൈകുന്നേരം ഉറപ്പ് കൊടുത്തിട്ട് പിറ്റേ ദിവസം വരുന്നില്ല. അങ്ങനെ ഓരോ ദിവസവും ഉറപ്പ് കൊടുത്ത് ഞാൻ അവിടെ ഇല്ലേ താനും. അപ്പൊ ഞാൻ വിളിക്കുന്നവർക്ക് അപ്പൊ ഞാൻ വെള്ളം ഇന്ന് വരും, നാളെ വരും, അല്ലെങ്കിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കാന്ന് പറയും. അപ്പൊ അവർ പറഞ്ഞു രാവിലെ സാർ ടാങ്കറിൽ വെള്ളം എത്തിക്കാം എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു ടാങ്കർ രാവിലെ എത്ര മണിക്ക്? 8 മണിയാകുമ്പോൾ ഇവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് എനിക്ക് രാവിലെ ഓരോ കാര്യങ്ങൾ, അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അത് ചെയ്യണം, നിൽക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ ഇവരെ വിളിക്കുകയാണ്. ഇവർ വിളിച്ചിട്ട് അതിന് മുമ്പ് വിളിക്കാൻ വേണ്ടി കയറുമ്പോഴേക്കൊന്നും ഇവർ ഫോൺ എടുക്കില്ല. എനിക്ക് ടാങ്കർ അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഞാൻ പ്രൈവറ്റ് ആയിട്ട് എടുക്കാന്ന് പറയുമ്പോൾ ഈ എടുക്കാന്ന് വിചാരിച്ച് ഞാൻ എന്റെ ആൾക്കാരെ വിളിച്ചു, പ്രൈവറ്റ് ആയിട്ട് എത്തിക്കാൻ, വെള്ളം എത്തിക്കാൻ പറ്റണമെങ്കിൽ പെട്ടെന്ന് എത്തിക്കാനുള്ള പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെ വിളിച്ചിട്ടൊന്നും ഇവർ ഫോൺ എടുക്കില്ല. ലാസ്റ്റ് ഇവർ എൻ്റെ അടുത്ത് ഇവരെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഇത് മനഃപൂർവ്വമാണ് ഇവരെ നമുക്ക് വെള്ളം കിട്ടാതാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ എന്റെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയുകയും, നമ്മൾ തൊട്ടടുത്ത വാർഡിൽ, മേയറുടെ വാർഡിൽ, എന്റെ വാർഡിലാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ചേട്ടാ ഒന്ന് പോയി അവിടെ അന്വേഷിക്കണമെന്ന്. അപ്പൊ എന്റെ മണ്ഡലം പ്രസിഡന്റ് ചെന്ന് ഇതേപോലെ ചെന്ന് അവിടെ ചെന്ന് അന്വേഷിക്കുക, അദ്ദേഹം അവരോട് സംസാരിക്കുക ചെയ്തപ്പോൾ അവർ ഇതേ രീതിയിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വരും, നാളെ വരും, മറ്റൊന്ന് വരും. അപ്പൊ എന്നെ വിളിച്ചിട്ട് മണ്ഡലം പ്രസിഡന്റ് ഇന്ന് രാത്രി എന്തായാലും എത്തും സുധ എന്ന് പറഞ്ഞു. ലാസ്റ്റ് അന്ന് രാത്രി എത്തിയില്ല. അപ്പൊ എന്റെ കുഞ്ഞു കുട്ടികളടക്കം ഭയങ്കര അത് പൈസ കൊടുത്ത് വെള്ളം വാങ്ങിക്കുന്ന വീടുകൾ, കുഞ്ഞു കുട്ടികൾ, രോഗിയായിട്ട് കിടക്കുന്നവർ, വികലാംഗർ, അങ്ങനെ ഒട്ടനവധി ആൾക്കാരുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്ന ആൾക്കാരാണ് എന്റെ വാർഡുകൾ കൂടുതലായിട്ട്. ആ സ്ഥലങ്ങളിലാണ് വെള്ളമില്ലാത്ത